മുണ്ടക്കൈയിൽ തിരച്ചിൽ നടത്താൻ രാവിലെ മുതൽ സജീവമായിരുന്നു IRW പ്രവർത്തകർ. ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസമാണ് നേരിട്ടതെന്ന് IRW പ്രവർത്തകർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എത്ര പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കെട്ടിടങ്ങൾക്കുള്ളിൽ എത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഈ കണ്ടെത്തിയ ആളുകളെയും പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പകുതി ആളുകളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഈ വൈകുന്നേരത്തോട് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയത്. NDRFന്റെ സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഏതാനും ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആളുകളും ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ IRWന്റെ ചില പ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. നിങ്ങൾ എത്ര മണിയോടുകൂടിയാണ് അവിടെ എത്തിയത്? രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. രാവിലെ എത്തി ഞങ്ങൾക്ക് മുണ്ടക്കൈയിലേക്ക് പോകാൻ യാതൊരു സംവിധാനങ്ങളുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 3 കിലോമീറ്റർ നടന്ന് ആ സ്പോട്ടിലെത്തി. രാവിലെ 4 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണി ഞങ്ങൾ ആ സ്പോട്ടിലെത്താൻ വളരെ കുത്തൊഴുക്കളായിരുന്നു. ഞങ്ങളവിടെ ചെന്ന കാഴ്ച 16ഓളം ബോഡികൾ ഞങ്ങളവിടെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മളവിടെ ഒരു പാടിയിലാണ് വെച്ചിട്ടുള്ളത്. ഒക്കെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ബോഡി ഞങ്ങളവിടെ കണ്ടു. പക്ഷേ എടുക്കാൻ കഴിയുന്നില്ല സംവിധാനം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട് അമർന്നു പോയിട്ട് അതിന്റെ അടിയിൽ ഇപ്പോഴും ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു റിസോർട്ടിൽ ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അവർ സേഫാണ്, പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾക്ക് മണ്ണിനടിയിൽ കുടുങ്ങിയത് കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല, ആയുധങ്ങളില്ലാത്തതുകൊണ്ട്? അതുകൊണ്ടല്ല, വൈകുന്നേരം 5 മണിയായപ്പോൾ തന്നെ പിന്നെ മഞ്ഞ് മൂടിയിട്ടുണ്ട് അവിടെ. നമുക്ക് റെസ്ക്യൂ പ്രവർത്തനം, അതുകൊണ്ട് മിലിറ്ററി, ആർമി അടക്കം ഞങ്ങൾ ഒരുമിച്ച് പോരുക ചെയ്തത്. ഈ 2 ബോഡി കണ്ടിട്ട് അവിടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. കാരണം ഒരു ബോഡി അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ തല, കൈയില്ല, അതുപോലെ തന്നെ അവയവങ്ങളൊന്നും ഇല്ലാത്തതാണ്. അത് കെട്ടിക്കൊണ്ടുവരാനും അത് 15 ആളെങ്കിലും വേണം. അത്രയും ഇരട്ടക്കുത്തനുള്ള സ്ഥലമാണ്. 15 ആളെങ്കിലുമാണ് ഒരു ബോഡി കൊണ്ടുവരണമെങ്കിൽ. അത്തരം സാഹചര്യങ്ങൾ അത് ഇന്നെടുക്കൽ നടക്കാത്തതുകൊണ്ട് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സംവിധാനങ്ങൾ വേണം. അവിടുത്തെ മൊത്തം ഒരു ഇപ്പൊ ഭൂമിയുടെ ഒരു അവസ്ഥ എന്താണ്? ഭൂമിയുടെ അവസ്ഥ പള്ളി എല്ലാ വീടും തകർന്നു കിടക്കുകയാണ്. ആ പരിസരത്തിലെ കംപ്ലീറ്റ് വീടുകളും തകർന്നു കിടക്കുകയാണ്. വീട് അമർന്ന് കിടന്ന് അതിന്റെ അടിയിൽ 5 ആളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നാളെയും നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നാളെ തന്നെ പോകണമെങ്കിൽ അത്യാധുനിക സജ്ജീകരണങ്ങൾ വേണം. കാരണം JCB എക്സ്പെറേറ്റർ ഒന്നും പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ കോൺക്രീറ്റ് പൊട്ടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതോടൊപ്പം തന്നെ അവിടെ നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശബ്ദങ്ങളോ ആളുകൾ രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും കേട്ടിരുന്നോ? അങ്ങനെ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അവിടെയുള്ള തദ്ദേശീയ ആളുകളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഓരോ വീട്ടിലും ആളുകളുടെ എണ്ണം വെച്ച് പറഞ്ഞിട്ട് അത് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിന് രക്ഷിക്കാനും പോകാനും ഇപ്പോഴാണ് നമ്മൾ തന്നെ അവിടെ എത്തിപ്പെടുന്ന ഒരു 5 മണി സമയത്തോടു കൂടിയാണ് എത്തിപ്പെടുന്നത്. അതിനുശേഷമാണ് അവിടെ മദ്രസയിലുണ്ടായിരുന്ന ആളുകളൊക്കെ, മദ്രസയിൽ അവിടെ ക്യാമ്പിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എത്തിക്കുന്നത് അതിന് ശേഷമാണ്. ആർമിയും ആ സമയത്താണ് അവിടെ എത്തിപ്പെട്ടത്. പിന്നെ ഈ ആളുകളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത് പിന്നെ ഈ കോൺക്രീറ്റ് കട്ടറും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ ആളുകൾ എത്ര കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇനി അവർ പറഞ്ഞ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അതിനൊക്കെ കുറച്ച് കായികമായും കുറച്ച് ശരിക്ക് അവിടെ പണിയെടുക്കേണ്ടി വരും. ഈ 16 ബോഡികൾ അവിടെ നിങ്ങൾ മദ്രസയിൽ സൂക്ഷിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് പാടിയിൽ സൂക്ഷിക്കുകയാണ് ഓരോന്നോരോന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, കാരണം അവിടുന്ന് ഇപ്പൊ നമുക്ക് പിന്നെ റോപ്പ് വഴിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ബോഡി 2 ബോഡിയൊക്കെ ആയിട്ടാണ് കൊണ്ടുവരാൻ. പീസുകളില്ല, ബോഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, കല്ലും തലയൊക്കെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ അവിടുന്ന് കംപ്ലീറ്റ് ഇപ്പൊ പോന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളൊരു 7 മണിയോട് കൂടിയിട്ട് അവിടുന്ന് പുറത്തു പോന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ എത്തുന്നതോടുകൂടി പിന്നെ കോട വന്ന് മൂടി കാഴ്ച ഇല്ല, കുറഞ്ഞ ഒരു പ്രശ്നം വന്നു. കുറച്ച് ഒരു 5 മണി 5:30 ആയപ്പോഴത്തേനും ഫുൾ കോടയായി. ചില മല മൊത്തം ഏറ്റവും നമ്മൾ ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട്, അറ്റത്ത് മൊത്തം ടോപ്പ് നിന്നാണ് പൊട്ടി ഒലിച്ചത്. അതിങ്ങനെ പൊളിച്ച് ഫുൾ കാണുന്നത്. ഇപ്പത്തിന് ഫുൾ കോട മൂടി. നമ്മൾ ഫുൾ 2 ബോഡി എടുത്തു. 2 ബോഡി എടുക്കുന്ന ഒരു ബോഡിന്റെ പഴുതിയില്ല, ഒരു ബോഡിന്റെ കഴിയില്ല, തലയില്ല, അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് കൊണ്ടുവന്നു. അപ്പത്തിനും താഴെയും ഒരു ബോഡികൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം സമയം വൈകുകയും കാണാതെ ആയപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ് ചെയ്തത്. എന്താണ് അവിടുത്തെ ഒരു അനുഭവം? എന്താണ് അവിടെ? ഹെവി റിസ്ക്കാണ്. ഗ്യാപ്പിൽ എന്താ കയറ്റക്കുത്തനെയാണ്. ഹെവി റിസ്കി ജോബാണ്. എന്നാലും 2 ബോഡി നമ്മളവിടെ കണ്ടുകൊണ്ട് അവിടുത്തെ എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ടും സ്ട്രക്ചർ കാര്യങ്ങളില്ലാത്തതുകൊണ്ടും നമ്മളത് എടുക്കാതെ തിരിച്ചു പോരുകയും ചെയ്തു. അതവിടെ ഈ കെട്ടിടങ്ങൾക്കുള്ളിലാണോ, മണ്ണിനുള്ളിലാണോ? അല്ല, മണ്ണൊലിച്ചു പോയതിന്റെ മുകളിൽ ഒന്നുമില്ല. സിമ്പിളായിട്ട് എടുത്ത് സ്ട്രക്ചറിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ബോഡിയാണ്. പക്ഷെ നമ്മുടെ സ്ട്രക്ചറില്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് നൈറ്റിയും പിന്നെ അലക്കിയിട്ട മുണ്ടുകളൊക്കെ എടുത്ത് സ്ട്രക്ചറാക്കി ഷീറ്റ് മറ്റേ ടാർപ്പായി എടുത്ത് അതിൽ കെട്ടി കമ്പിയുമ്മ കെട്ടി വെച്ച് കൊണ്ടുവരിക ചെയ്തത്.
ഈ നാളെ അവിടെ ആളുകൾ എത്തുന്നതോടൊപ്പം ഈ കോൺക്രീറ്റ് കട്ടറും അങ്ങനത്തെ എല്ലാ ഉപകരണങ്ങളും എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടാണല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങോട്ട് പോവുക എന്നുള്ളത് വലിയ ഇപ്പം മെഷീനറി കൊണ്ടുപോകണ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ വലിയ പ്രയാസമാണ്. കാരണം ഞങ്ങൾ ഒരു ഒറ്റ കഴിഞ്ഞിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ കുത്തൊഴുക്കുള്ള വെള്ളത്തിന്റെ മുകളിൽ കൂടെ കയറി പിടിച്ചിട്ടാണ് പോകുന്നത്. വലിയ സാഹസികമായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. നാളെ രാവിലത്തോടു കൂടി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യും നമ്മളാണ്. ഇപ്പോൾ IRW നിരവധി ദുരന്ത ഭൂമികൾ വർക്ക് ചെയ്തിട്ടുണ്ട് സന്നദ്ധ ഒരു സംഘടന എന്ന നിലയ്ക്ക്. ഇപ്പോൾ ഇത് ഈ സമീപകാലത്തൊന്നും നിങ്ങൾ ചെയ്യാത്ത അത്ര വലിയൊരു ദുരന്തമാണല്ലേ? മനുഷ്യൻ വളരെ ശക്തനാണ്, കേമനാണെന്നൊക്കെ പറയാം. പക്ഷെ തീർത്തും നിസ്സഹായനാകുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒരു 200-ലധികം വീടുകൾ അവ നിന്ന സ്ഥലം പോലും കാണാൻ കഴിയാത്ത വിധം. അതുപോലെ ഇപ്പോൾ 109 ബോഡി കിട്ടിയെന്ന് പറയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് നിന്നാണ് ഒരു 32, 50 ഒക്കെ ബോഡി കിട്ടി എന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അവിടെയും IRWന്റെ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത, ഇതുവരെ എത്തിപ്പെടാത്ത രീതിയിലുള്ള വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ നടന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ദുരന്ത ഭൂമിയിൽ എത്തിയ അപൂർവം മനുഷ്യരിൽ കുറച്ചു പേരാണ് നമ്മോട് സംസാരിച്ചത്. ഇനി നാളെ ഈ പകൽ വെളിച്ചത്തിലാണ് കൂടുതൽ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുക. അതോടൊപ്പം തന്നെ ഈ അങ്ങോട്ട് ആളുകൾ എത്തുക എന്നതോടൊപ്പം തന്നെ അവിടെ ഈ ആളുകളെ പുറത്തെത്തിക്കുന്നതിന് വേണ്ട സ്ട്രക്ചറും ഈ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങൾ കൂടി സൈന്യവും IRWവും അതുപോലെ തന്നെ ഈ മറ്റ് എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 വയനാട്.